Children are not just tomorrow's leaders, they are shaping the present too. At Thaikode Government Model LP School in Thiruvananthapuram, students grow organic vegetables on campus and savor meals made from their own harvest. Every week, children take turns managing the patch, from sowing seeds and preparing manure to watering and harvesting. The proudest moment arrives when the vegetables they have grown themselves are served on their plates as part of the noon meal. Here, the midday meal is more than a welfare scheme. It is a celebration of learning, labor, and the fruits of their own effort. On Wednesday, the first day of the pre-summer harvest, the school welcomed the state's Finance Minister K.N. Balagopal, who joined the children in the harvest and praised their efforts, much to their delight. There are cabbage, many spinach, and tomatoes, lady's finger, and many more things. They are using for your food itself? Yeah. Okay. So how did you feel when the minister came and appreciated your efforts? I feel happy. ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് വിളവെടുത്തത്. ടീച്ചേഴ്സും പാരൻസും എല്ലാവരും. വളരെ രസകരമായിരുന്നു. പിന്നെ ഇവിടെ തക്കാളിയും പലതരം നിറത്തിലുള്ള ചീരകളും ലേഡീസ് ഫിംഗറും സ്പിനച്ചും അങ്ങനെ പലതരം വെജിറ്റബിൾസും ഉണ്ട്. ഞങ്ങൾ ഇന്ന് ഉച്ചഭക്ഷണത്തിന് അതാണ് ഉപയോഗിക്കുന്നത്. ഹാപ്പി. Commending the school for embedding agricultural learning into everyday education, the minister said the initiative should be adopted across the state. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇവിടെ ഇത്രയും ഒരു സ്ഥലം ഉപയോഗിച്ച് ഇവിടുത്തെ അധ്യാപകരുടെ മുൻകൈയിൽ വിദ്യാർത്ഥികളും കുഞ്ഞുങ്ങളും വസതി വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ LP സ്കൂളാണ്, കുഞ്ഞുങ്ങളും പേരൻസും എല്ലാം ചേർന്ന് ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. നല്ല ഒന്നാന്തരം കൃഷിത്തോട്ടത്തിലെ നല്ല പച്ചപ്പും നല്ല ആരോഗ്യമുള്ള ചീരയും കോളിഫ്ലവറും ഒക്കെ ഇവിടെ നിൽക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് കഴിക്കാനായിട്ട് കടയിൽ പോയി മേടിച്ച് മാത്രം പോരാ, എങ്ങനെയാണ് ഇതുണ്ടാവുന്നത്, കൃഷിയുടെ പ്രാധാന്യം എന്താണ്, കൃഷി സെൽഫ് സസ്റ്റൈനബിളായിട്ട് ഏത് നാട് നിൽക്കണമെങ്കിലും നമുക്ക് ബേസിക്കലി വേണ്ടത് നമ്മുടെ ഭക്ഷ്യസാധനങ്ങൾ ഉറപ്പാക്കലാണ്, റോ മെറ്റീരിയൽസ് ഉറപ്പാക്കലാണ്. അത് കൃഷി ഏറ്റവും പ്രധാനമാണ്. അതിന് നല്ലൊരു മാതൃകയാണ് ഇവിടെ ഈ സ്കൂള് നടന്നിട്ടുള്ളത്. According to the school, beyond vegetable cultivation, students have also experienced the full cycle of paddy farming and a range of agricultural practices. The initiative aims to include at least one dish from the kitchen garden in the daily menu, sustained through collective efforts involving both the school and parents. ഇതിൽ പ്രധാനമായും നമ്മളിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിൻ്റെ കൂടെ വിഷരഹിത പച്ചക്കറി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവിടെ നിറയെ മരത്തിൻ്റെ കരിയിലയും കിച്ചൺ വേസ്റ്റും എല്ലാം നമ്മൾ അവിടെ ഡംപ് ചെയ്തിട്ട് അത് 3 മാസം 4 മാസം ആകുമ്പോൾ വേസ്റ്റ് ആകുന്ന മുറയ്ക്ക് നമ്മൾ കൃഷിത്തോട്ടത്തിലേക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇതെന്താ ഒരു ചെയിൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നതിൻ്റെ വേസ്റ്റ് അവിടെ ഇടുക, അവിടുത്തെ വേസ്റ്റ് ഇവിടെ ഇടുക. അത്തരത്തിൽ ഇതിലെല്ലാത്തിൻ്റെ പ്രത്യേകത ഇതിലെല്ലാത്തിലും കുട്ടികളുടെ പങ്കാളിത്തം ഉണ്ടെന്നുള്ളത്. ഒരു വയൽ നമ്മുടെ സ്കൂളും PTA ചേർന്ന് പാട്ടത്തിനെടുത്തിട്ട് അവിടെ കുഞ്ഞുമക്കളെ കൊണ്ടുപോയി ഞാറുനടിയിൽ മുതൽ അതിൻ്റെ കൊയ്ത്ത് വരെയുള്ള വിവിധ നെൽകൃഷിയുടെ രീതികൾ കണ്ടറിഞ്ഞ് പഠിച്ചിട്ട് ആ അരി നമ്മളിവിടെ ചോറ് വയ്ക്കുകയും പായസം വെച്ചും കഴിച്ചു. അപ്പോൾ അതെല്ലാം എനിക്കുൾപ്പെടെ വളരെ സന്തോഷകരമായ കാര്യങ്ങളായിരുന്നു. കൂടാതെ നമ്മുടെ സ്കൂളിൽ ഇവിടെ കോളിഫ്ലവർ, കാബേജ്, തക്കാളി, ചീര അങ്ങനെ വൈവിധ്യമാർന്ന പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫണ്ട് PTA സ്റ്റാഫും കൂടെ തന്നെയാണ് കണ്ടെത്തുന്നതും ഏറ്റവും നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. Parents say they have noticed a meaningful transformation in their children, a growing enthusiasm for learning and greater involvement in school activities. On holidays, parents also lend a hand in caring for the crops, helping maintain the garden and enrich the soil. ഹരിത വിദ്യാലയം എന്നുള്ള രീതിയിൽ തന്നെ കുട്ടികൾ കൃഷി കണ്ടും അറിഞ്ഞും പഠിച്ചും മുന്നോട്ട് പോകണമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ ഒരു മാതൃകാ സ്കൂളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഷജിമാഷ് തുടങ്ങി വെച്ചാണ് കൃഷി രീതികൾ. കുട്ടികളെല്ലാം കണ്ടറിഞ്ഞും അനുഭവിച്ചും അറിയാനുള്ള ഒരു സാഹചര്യം ഈ സ്കൂളിലുണ്ട്. നല്ലൊരു കളിസ്ഥലമുണ്ട്. എന്തുകൊണ്ടും ഒരു മെച്ചപ്പെട്ട രീതിയിൽ പഠനത്തോടൊപ്പം കൃഷിയും അറിഞ്ഞ് കുട്ടികൾ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു നല്ല അനുഭവം ഇവിടുന്ന് പഠിച്ചിറക്കുന്ന ഓരോ മക്കൾക്കും ഉണ്ടാകും. തുടക്കം മുതൽ ഒടുക്കം വരെ കൃഷി എന്താണ്, വിത്ത് മുതൽ വിളവ് വരെ അത് കൃത്യമായിട്ട് ഈ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ അവധി ദിവസങ്ങളും പാരൻസിൻ്റെ ഒരു കൂട്ടായ്മ വരുന്നുണ്ട്. PTA അല്ലാതെ വരുന്ന പാരൻസും ഒരുപാട് പേര് വന്ന് നനയ്ക്കാനും കള പറിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്.
The school's farming initiative in the heart of Kerala's capital demonstrates that agriculture can thrive even in urban spaces. By getting their hands in the soil, students experience sustainability firsthand, lessons that go well beyond textbooks.